ബ്രഹ്മാസ്ത്രം, പാശുപതാസ്ത്രം, ബ്രഹ്മശിരാസ്ത്രം, അങ്ങനെ ഒട്ടനവധി അസ്ത്രശസ്ത്രങ്ങളുണ്ടല്ലോ. അവയ്ക്കിടയിൽ കോടി സൂര്യ തേജസ്സോടെ ഒരു ദിവ്യായുധമുണ്ട്. ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ദിവ്യായുധമാണ്. അതെ, സുദർശന ചക്രം. അദ്ദേഹത്തിന് ഈ സുദർശന ചക്രം എങ്ങനെ ലഭിച്ചു? ഒരിക്കൽ ഇന്ദ്രൻ വൈകുണ്ഠത്തിൽ പോയി മഹാവിഷ്ണുവിനോട് അസുരന്മാരുടെ ശല്യം സഹിക്കവയ്യെന്നും അതിനൊരു പരിഹാരം കാണണമെന്നും പറഞ്ഞു. എന്നാൽ ശിവന്റെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ ഒരു പരിഹാരം ലഭിക്കുകയുള്ളൂ എന്ന് മഹാവിഷ്ണു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 1000 ഇതളുള്ള 1000 താമരപ്പൂക്കൾ കൊണ്ട് ശിവനെ പൂജിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ മഹാവിഷ്ണു 999 പൂക്കളും മഹാദേവന് സമർപ്പിച്ച് ഒരു പൂ മാത്രം ബാക്കിയുള്ളപ്പോൾ അത് കാണാതെയായി. മഹാവിഷ്ണുവിനെ പരീക്ഷിക്കാൻ ശിവൻ അതെടുത്ത് മാറ്റിയിരുന്നു. അപ്പോഴാണ് മഹാവിഷ്ണു ഒരു കാര്യം ഓർത്തത്. തനിക്ക് പങ്കജലോചനൻ, പങ്കജാക്ഷൻ, കമലനയനൻ എന്നെല്ലാം പേരുണ്ടല്ലോ. തൻ്റെ കണ്ണുകളും താമരയ്ക്ക് തുല്യമാണല്ലോ. എന്തുകൊണ്ട് അത് തന്നെ ചൂഴ്ന്നെടുത്ത് മഹാദേവന് സമർപ്പിച്ചുകൂടാ? ആ ക്ഷണം തന്നെ മഹാദേവൻ മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് സുദർശന ചക്രം നൽകുകയും ചെയ്തു. ഈ കഥ വരുന്നത് ശിവപുരാണത്തിലെ കോടിരുദ്ര സംഹിതയിലെ അധ്യായം 34 മഹാവിഷ്ണുവിന് സുദർശനം ചക്രം ലഭിക്കുന്നു എന്ന അധ്യായത്തിലാണ്. ചില വൈഷ്ണവ പുരാണങ്ങളും മാർക്കണ്ഡേയ പുരാണത്തിലെ 78-ാം അധ്യായവും പറയുന്നത് വിശ്വകർമാവ് സൂര്യ തേജസ്സിൽ നിന്നുമാണത്രേ മഹാദേവന്റെ ത്രിശൂലവും മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രവും നിർമ്മിച്ചു നൽകിയതെന്ന്. ഏതെല്ലാം സാഹചര്യത്തിലാണ് മഹാവിഷ്ണു ഈ ദിവ്യായുധം പ്രയോഗിച്ചിട്ടുള്ളത്? ഇന്ദ്രദ്യുമ്നൻ എന്നൊരു രാജാവ് ഒരു ദിവസം കൊട്ടാരത്തിൽ ധ്യാന നിമഗ്നനായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ കൊട്ടാരത്തിൽ അതിഥിയായി വന്ന ദുർവാസാവ് മഹർഷിയെ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. വേണ്ട വിധം അതിഥി സൽക്കാരം നടത്താത്തതിൽ ദുർവാസാവ് ആ രാജാവിനോട് കോപിക്കുകയും അടുത്ത ജന്മത്തിൽ ഇന്ദ്രദ്യുമ്നൻ ഒരു ആനയായി ജനിക്കട്ടെ എന്നും ശപിച്ചു. അതേ ക്ഷണം ദേവലോകത്ത് ഹൂഹു എന്നൊരു ഗന്ധർവൻ ദേവലൻ എന്നൊരു മഹർഷിയെ പരിഹസിക്കുകയും അങ്ങനെ ആ മഹർഷി ഹൂഹു എന്ന ഗന്ധർവനെ അടുത്ത ജന്മത്തിൽ താൻ ഒരു മുതലയായി ജനിക്കട്ടെ എന്നും ശപിച്ചു. കാലങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇന്ദ്രദ്യുമ്ന രാജാവ് അടുത്ത ജന്മത്തിൽ ത്രികൂട പർവ്വതത്തിനടുത്ത് ഗജേന്ദ്രൻ എന്നൊരു ആനയായി ജനിച്ചു. അങ്ങനെ ഒരു ദിവസം ഗജേന്ദ്രൻ തൻ്റെ കൂട്ടുകാരുമൊത്ത് ആ ത്രികൂട പർവ്വതത്തിനടുത്തുള്ള തടാകത്തിൽ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് മകരേന്ദ്രൻ എന്നൊരു മുതല ഗജേന്ദ്രനെ കാലിൽ കയറി പിടിച്ചു. എത്ര കഷ്ടപ്പെട്ടിട്ടും ആ മുതലയുടെ പിടിത്തത്തിൽ നിന്നും അവന് പുറത്തു വരുവാൻ പറ്റിയില്ല. പ്രാണരക്ഷാർത്ഥം മറ്റു ആനകളെല്ലാം ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ 1000 വർഷം പരിശ്രമിച്ചിട്ടും അവന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് അവൻ ഓർത്തത്, തൻ്റെ ജീവന് താനല്ല വേറൊരു ഉടമസ്ഥനുണ്ട്. അങ്ങനെ അവന് പൂർവജന്മം ഓർമ്മ വരികയും തൽക്ഷണം തന്നെ തടാകത്തിലെ ഒരു താമരപ്പൂവ് പറിച്ച് അവൻ നാരായണ നാരായണ എന്ന് ഭഗവാനെ വിളിച്ചു. ആ ക്ഷണം തന്നെ മഹാവിഷ്ണു ഗരുഡനിൽ വന്ന് സുദർശന ചക്രം ആ മുതലയ്ക്കു നേരെ പ്രയോഗിച്ചു. അങ്ങനെ മഹാവിഷ്ണു ഗജേന്ദ്രന് മോക്ഷവും ആ മുതലയ്ക്ക് ശാപമോക്ഷവും നൽകുകയും അങ്ങനെ മകരേന്ദ്രനായ ആ മുതല ഹൂഹുവായി വീണ്ടും ഗന്ധർവ ലോകത്തെത്തി. ഈ കഥ വരുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ 8-ാം സ്കന്ധത്തിൽ 2 മുതൽ 4 വരെ ഉള്ള അധ്യായത്തിലെ ഗജേന്ദ്ര മോക്ഷത്തിലാണ്. പാലാഴി മദനത്തിനു ശേഷം ധന്വന്തരിയിൽ നിന്നും അസുരന്മാർ അമൃതകലശം തട്ടിപ്പറിച്ചപ്പോൾ ആ ക്ഷണം തന്നെ മഹാവിഷ്ണു മോഹിനി രൂപം ധരിക്കുകയും അസുരന്മാരെ എല്ലാം മൂഢന്മാരാക്കി ആ അമൃതം ദേവന്മാർക്ക് മാത്രമായി വിളമ്പി. അവർക്കിടയിൽ സൂർഭാനു എന്നു പേരുള്ള തന്ത്രശാലിയായ ഒരു അസുരൻ ദേവന്റെ രൂപത്തിൽ വന്ന് സൂര്യചന്ദ്രന്മാർക്കിടയിലിരുന്ന് അമൃതപാനം ചെയ്തു. ആ ദേവന്റെ സ്വഭാവത്തിൽ എന്തോ പന്തികേട് തോന്നിയ സൂര്യചന്ദ്രന്മാർ ഈ വിവരം ഉടനെ തന്നെ മോഹിനിയെ അറിയിച്ചു. തൽക്ഷണം തന്നെ മോഹിനി രൂപം വെടിഞ്ഞ മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം ആ അസുരനിൽ പ്രയോഗിച്ചു.
അവൻ അമൃതപാനം ചെയ്തരുതിനാൽ ആ ചക്രം അവന്റെ ശിരസ് ഛേദിച്ചെങ്കിലും അവൻ മരിച്ചില്ല. അങ്ങനെ അവന്റെ ശിരസ് രാഹുവും ഉടൽ കേതുവുമായി മാറി. തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം സൂര്യചന്ദ്രന്മാരാണെന്നറിഞ്ഞ ആ അസുരൻ അങ്ങനെ അവരെ നിരന്തരം ഉപദ്രവിക്കുകയും വിഴുങ്ങുവാനും ശ്രമിച്ചു. അയാൾ എപ്പോഴൊക്കെ സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്നോ അപ്പോഴൊക്കെയാണ് സൂര്യചന്ദ്ര ഗ്രഹണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഈ കഥ വരുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ 8-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായമായ മോഹിനി അവതാരത്തിലാണ്. ഭൂമിയുടെ തന്നെ ചക്രവർത്തിയാണ് അംബരീഷ മഹാരാജാവ്. ഒരു ദിവസം ദ്വാദശി പാരണ വിടാനായി അദ്ദേഹം ഒരുങ്ങുകയായിരുന്നു. ആ സമയം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അതിഥിയായി ദുർവാസാവ് മഹർഷി വന്നു. എന്നാൽ ഒരുമിച്ച് വ്രതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ താൻ സ്നാനം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ആ മുനി പോയി. കുറെ ഏറെ നേരമായിട്ടും മഹർഷി മടങ്ങി വന്നില്ല. പാരണ വിടുന്ന സമയം തീരാൻ പോകുന്നുവെന്നും പണ്ഡിതന്മാർ അദ്ദേഹത്തെ ഉപദേശിച്ചപ്പോൾ അംബരീഷ മഹാരാജാവ് തീർത്ഥജലം മാത്രം സേവിച്ച് തന്റെ ഏകാദശി വ്രതം അവസാനിപ്പിച്ചു. ആ ക്ഷണം തന്നെ ദുർവാസാവ് മഹർഷി വരികയും തന്നെ കൂട്ടാതെ വ്രതം തീർത്തതിൽ അദ്ദേഹം വളരെയധികം കോപം വന്നു. അങ്ങനെ ആ മഹർഷി തൻ്റെ ജടയിൽ നിന്നും ഒരു ഭീകര സത്വത്തെ സൃഷ്ടിച്ചു. കൃത്യ എന്നായിരുന്നു അവളുടെ പേര്. ഉടൻ തന്നെ അംബരീഷനെ ആക്രമിക്കാനായി അവളെ പറഞ്ഞുവിട്ടു. തൽക്ഷണം തന്നെ 1000 മിന്നൽ പിണറുകൾ എന്നോണം ആകാശത്തിൽ നിന്നും സുദർശന ചക്രം വരികയും ആ സത്വത്തെ കൊല്ലുകയും ചെയ്തു. അനന്തരം സുദർശന ചക്രം ദുർവാസാവിനെ പിന്തുടരുവാൻ തുടങ്ങി. പ്രാണരക്ഷാർത്ഥം ആ മഹർഷി 3 ലോകങ്ങളിലും പോയി. പക്ഷേ എവിടെയും അദ്ദേഹത്തിന് പരിഹാരം ലഭിച്ചില്ല. അങ്ങനെ വിഷ്ണുപാദത്തിൽ വീണ് മാപ്പ് അപേക്ഷിച്ചപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, എൻ്റെ ഭക്തന്മാരെ നീ വിഷമിപ്പിച്ചാൽ എനിക്ക് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നീ ചെയ്ത അപരാധത്തിന് അംബരീഷനോട് തന്നെ മാപ്പ് ചോദിക്കൂ. അങ്ങനെ തൽക്ഷണം തന്നെ ആ മഹർഷി അംബരീഷ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. അപ്പോൾ അംബരീഷ മഹാരാജാവ് സുദർശന ചക്രത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനം ആലപിച്ചു. അല്ലയോ സുദർശനമേ, ആ സൂര്യനും ചന്ദ്രനും പഞ്ചഭൂതങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും നീ തന്നെ. ഭഗവാന്റെ ദിവ്യ തേജസ്സിന്റെ പ്രതീകമാണ് നീ. 3 ലോകത്തിനെയും നീ സംരക്ഷിച്ചു പോരുകയും അവിടെയെല്ലാം സത്യവും ധർമ്മവും നീ നിലനിർത്തി പോരുന്നു. ഭഗവാന്റെ കൽപ്പനയിൽ മാത്രം പ്രവർത്തിക്കുന്ന നീ യുദ്ധഭൂമിയിലെ അധർമ്മത്തെ നശിപ്പിക്കുകയും ഭഗവാന്റെ കയ്യിലെ അജയമായ ദിവ്യായുധമാണു നീ. ഞാൻ ചെയ്ത ദാനധർമ്മങ്ങളും യാഗയജ്ഞങ്ങളും അതിലെ പുണ്യവുമെല്ലാം ഞാൻ ഇന്ന് ദുർവാസാവ് മഹർഷിക്ക് നൽകുന്നു. എൻ്റെ പൂജാതി കർമ്മങ്ങളിൽ മഹാവിഷ്ണു സംതൃപ്തനാണെങ്കിൽ അല്ലയോ സുദർശനമേ, നീ അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്. അങ്ങനെ ആ മഹാരാജാവിൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന കേട്ട് സുദർശനം തൽക്ഷണം തന്നെ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. അങ്ങനെ ദുർവാസാവ് മഹർഷി അന്നൊരു വലിയൊരു പാഠം പഠിച്ചു. വിഷ്ണു ഭക്തനായ ഒരാൾ ഒരു സാധാരണ മനുഷ്യനല്ല. ഈ കഥ വരുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ 9-ാം സ്കന്ധത്തിലെ 4, 5 എന്ന അധ്യായത്തിലും അംബരീഷ മഹാരാജാവ് സുദർശന ചക്രത്തെ സ്തുതിച്ചു പാടിയ ആ ഭാഗം വരുന്നത് 9-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായത്തിൽ ശ്ലോകം 3 മുതൽ 12 വരെയാണ്. ഒരിക്കൽ കൂടി മഹാവിഷ്ണു ആ ദിവ്യായുധം പ്രയോഗിച്ചു. ബ്രഹ്മാണ്ഡം മുഴുവനും പ്രളയജലത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹം യോഗനിദ്രയിലായിരുന്നു. കാലമേറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കർണമലത്തിൽ നിന്നും 2 ചെറിയ കഷ്ണം താമര ഇലയിൽ വീഴുകയും അതിൽ നിന്നും 2 അസുരന്മാർ വന്നു. അവരാണ് മധുവും കൈടവനും. അവർ മഹാവിഷ്ണുവിന്റെ നാഭിയിലെ താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മാവിനെ കാണുകയും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വേദങ്ങൾ കൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അവർ ബ്രഹ്മാവിനെ ആക്രമിക്കുവാൻ പോയി. ഇത് ഭയന്ന് ബ്രഹ്മാവ് വിഷ്ണുവിനെ ഉണർത്തിയെങ്കിലും യോഗനിദ്രയിലായിരുന്ന അദ്ദേഹം ഉണർന്നില്ല. അങ്ങനെ യോഗനിദ്രയുടെ രൂപത്തിലുള്ള ആദിശക്തിയെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം ബ്രഹ്മസ്തുതി എന്ന അത് ആലപിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മഹാവിഷ്ണുവിന്റെ ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും ആദിശക്തി
ഇറങ്ങിപ്പോയി. അങ്ങനെ മഹാവിഷ്ണു ഉണരുകയും 5000 വർഷം ആ അസുരന്മാരുമായി യുദ്ധം ചെയ്തു. മഹാവിഷ്ണു ഒരു ക്ഷണം സംശയിച്ചു, ഈ അസുരന്മാർക്ക് ഇത്രയും ശക്തി എവിടെ നിന്ന് ലഭിച്ചു? ആ ക്ഷണം തന്നെ ഭഗവതി പ്രത്യക്ഷപ്പെടുകയും മഹാവിഷ്ണുവിന്റെ ഒരു അംശത്തിൽ നിന്നും വന്നവർ ആയതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ശക്തി ലഭിച്ചതെന്നും അവരുടെ മനസ്സിൽ അഹങ്കാരമായി താൻ കയറിക്കൊള്ളാമെന്ന് പറഞ്ഞു. ആ ക്ഷണം തന്നെ ആ അസുരന്മാർ അഹങ്കാരികളാവുകയും മഹാവിഷ്ണുവിന് തന്നെ എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മഹാവിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും വധിക്കണം. അപ്പോൾ ആ അസുരന്മാർ ഒരു നിബന്ധന വെച്ചു. ബ്രഹ്മാണ്ടം മുഴുവനും പ്രളയജലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് അങ്ങേക്ക് നിങ്ങളെ കൊല്ലാം. ഉടൻ തന്നെ മഹാവിഷ്ണു വിശ്വരൂപമെടുക്കുകയും അദ്ദേഹത്തിന്റെ തുട വളരെ വലുതാവുകയും അതിൽ പ്രളയജലം ഒരു ചിറയ കിണറ് പോലെ തോന്നി. അങ്ങനെ അസുരന്മാരുടെ തല അദ്ദേഹത്തിന്റെ തുടയിൽ വെക്കുകയും സുദർശന ചക്രം കൊണ്ട് ഛേദിച്ചു. അങ്ങനെ അവരുടെ ശരീരത്തിലെ കൊഴുപ്പ് മുഴുവൻ ഒഴുകിപ്പോവുകയും അനന്തരം അത് കട്ടിയാവുകയും ചെയ്തു. അതിൽ നിന്നാണത്രേ ഭൂമി വന്നത്. കാരണം സംസ്കൃതത്തിൽ കൊഴുപ്പിന് മേധസ് എന്ന് പറയുമല്ലോ, ഭൂമിക്ക് മേദിനി എന്നും ഒരു പേരുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിലെ 533 നാമം മേദിനി പതി എന്നാണല്ലോ. വിഷ്ണു ഭൂമിയുടെ പതി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ കഥ വരുന്നത് ദേവീ മഹാത്മ്യത്തിലെ പ്രഥമ ചരിതത്തിലെ മധുകൈടഭവധത്തിലാണ്. സുദർശന ചക്രത്തിന്റെ മഹിമ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതുപോലത്തെ കഥകൾ ഇനിയും അറിയാൻ വാസുകി ടോക്സ് ഫോളോ ചെയ്യൂ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കാത്തിരിക്കൂ ഇതുപോലെ ഇതിന്റെ അടുത്ത ഭാഗത്തിനായി.